കുഞ്ഞുമംഗലത്തിന്റെ ഹൃദയപൂർവമായ ഭവനിൽ നിന്ന് വട്ടക്കുളങ്ങളിലേക്ക് പുറപ്പെടുകയായി. മുഴുവൻ ആസ്വദിക്കുന്നതിനായി നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് ആകാശങ്ങളിലേക്ക് പടരുന്ന സംഗീതമാണ് വിശ്വഗുരുക്കളെ നേരുന്നു ഞങ്ങൾ. വിശ്വഗുരുക്കളെ നേരുന്നു ഞങ്ങൾ സ്വാഗതം സൗഹാർദ്ദമാ. വിശ്വഗുരുക്കളെ നേരുന്നു ഞങ്ങൾ സ്വാഗതം സൗഹാർദ്ദമാ. ചിത്രകലാവൃക്ഷത്തിൻ്റെ അടിപേരുകളാണ് KT നാരായണൻ മാസ്റ്ററും പൊങ്ങിലാട്ട് പത്മനാഭൻ മാസ്റ്ററും. പയ്യൻസ് ടുഗദർ ഗുരു ശിഷ്യ സംഗമത്തിൻ്റെ ആദര സമ്മേളന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി A പ്രാർത്ഥന ഗ്രാമവികസനത്തിൻ്റെ ഹൃദയതുടിപ്പുകൾ ഉൾക്കൊണ്ട് ജനക്ഷേമകരമായ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ഗ്രാമത്തിൻ്റെ പ്രഥമ വനിത, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി A പ്രാർത്ഥന അവർകളെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ലോക പ്രശസ്ത ശില്പി ബഹുമാനപ്പെട്ട കാനായി കുഞ്ഞിരാമൻ അവർകൾ, ഇന്ന് ഈ ഉപഹാര സമർപ്പണം ഏറ്റുവാങ്ങുന്ന നമ്മുടെ പ്രിയങ്കരരായ KT നാരായണൻ മാസ്റ്റർ, അതുപോലെ P പത്മനാഭൻ മാസ്റ്റർ, സ്വാഗതം പറഞ്ഞ സംഘാടക സമിതി ജനറൽ കൺവീനർ ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം, വേദിയിലുള്ള അടുക്കാടൻ വിജയൻ മാസ്റ്റർ, മറ്റ് ബഹുമാനപ്പെട്ടവരെ, ഏറെ സ്നേഹം നിറഞ്ഞവരെ,
വെങ്കല പൈതൃക ഗ്രാമമായ കുഞ്ഞിമംഗലത്തിൻ്റെ മണ്ണിൽ ഇത്തരത്തിൽ ഒരു ആദര സമ്മേളനം 4 തലമുറകൾക്കായി ശില്പചിത്രകലാ രംഗത്ത് അറിവ് പകർന്നു നൽകിക്കൊണ്ട് കുഞ്ഞിമംഗലത്തിൻ്റെ പേരും പ്രശസ്തിയും ഉയർത്തിയെടുത്ത നമ്മുടെ ഏറെ പ്രിയങ്കരരായ അധ്യാപക ശ്രേഷ്ഠരായ KT നാരായണൻ മാസ്റ്ററെയും അതുപോലെ തന്നെ പപ്പൻ മാസ്റ്ററെയും ആദരിക്കുന്ന ചടങ്ങിനാണ് നമ്മൾ ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. നാരായണ മാഷക്കും അതുപോലെ തന്നെ പപ്പൻ മാഷക്കും ഒന്നുകൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ഔപചാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഏറെ ബഹുമാനത്തോടെ ഏറെ സ്നേഹത്തോടെ കാനായി കുഞ്ഞിരാമൻ അവർകളെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ശില്പി കാനായി കുഞ്ഞിരാമൻ 1937 കണ്ണൂർ ജില്ലക്കാരനായി ജനിച്ച് ജില്ലാ വിഭജനത്തെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ കുട്ടമത്തുകാരനായി മാറിയ ശ്രീ കാനായി കുഞ്ഞിരാമൻ 1960 തമിഴ്നാട്ടിലെ ചോളമണ്ഡലയിലെ മദിരാശി ഫൈൻ ആർട്സിൽ നിന്നും ചിത്രകലയിൽ ഫെലോഷിപ്പോടെ ഡിപ്ലോമ കരസ്ഥമാക്കി. തുടർന്ന് 1965 ലണ്ടനിലെത്തി സ്പേസ് സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നും ശില്പകലയിൽ ഉപരിപഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തി ബൃഹത്കാര ശില്പനിർമ്മാതാവുമായി മാറുകയായിരുന്നു. മലമ്പുഴയിലെ യക്ഷി എന്ന ബൃഹത്കാര ശില്പത്തിൽ തുടങ്ങി തിരുവനന്തപുരം ശംഖുമുഖത്ത് നിർമ്മിച്ച ഭീമാകാരമായ ജലകന്യക, വേളിയിലെ വലിയ 2 ശംഖ് ശില്പങ്ങൾ ഉൾപ്പെടെയുള്ള 10ഓളം ശില്പങ്ങൾ, പാലക്കാട്ടെ നന്ദി, തോന്നയ്ക്കൽ ആശാൻ സ്മൃതി മണ്ഡപത്തിലെ വീണപൂവിൻ്റെയും ദുരവസ്ഥകളുടെയും ശില്പങ്ങൾ, പയ്യാമ്പലത്തെ അമ്മയും കുഞ്ഞും, ചോളമണ്ഡലയിലെ തമിഴത്തിപ്പെണ്ണ് തുടങ്ങി ശ്രീനാരായണ ഗുരു, സുഭാഷ് ചന്ദ്രബോസ്, രവീന്ദ്രനാഥ ടാഗോർ, ചിത്ര തിരുനാൾ മഹാരാജാവ്, പട്ടം താണുപിള്ള, മന്നത്ത് പത്മനാഭൻ, വിക്രം സാരാഭായി, ഡോക്ടർ പൽപു, മാമൻ മാപ്പിള, മഹാനായ EMS മുതലായവരുടെ പടുകൂറ്റൻ വെങ്കല ശില്പങ്ങൾക്കൊപ്പം കേരള സർക്കാരിൻ്റെ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ മിക്കവാറും എല്ലാ പ്രധാന അവാർഡുകളുടെയും ശില്പങ്ങൾ രൂപകൽപ്പന ചെയ്തതും ശ്രീ കാനായി കുഞ്ഞിരാമൻ അവർകളാണ്. സർഗധനനും എളിമയുടെ ലാളിത്യത്തിൻ്റെ തത്വചിന്തകളുടെ പ്രതീകവും കവിയും ഗ്രന്ഥകാരനും കൂടിയായ അദ്ഭുത പ്രതിഭ ശില്പി ശ്രീ കാനായി കുഞ്ഞിരാമൻ അവർകളെ ഈ ആദര സമ്മേളന ചടങ്ങ് ഉദ്ഘാടനത്തിനായി സാദരം ക്ഷണിക്കുന്നു. എല്ലാവരോടും ഞാൻ ആദ്യമായി ക്ഷമ ചോദിക്കുന്നു. വേറൊന്നുമല്ല, തലകറക്കം കാരണം നിന്നിട്ട് പ്രസംഗിക്കാൻ പറ്റില്ല, ഇരുന്നിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ ഞാൻ വന്നത് പ്രതീക്ഷിച്ചതല്ല, യാദൃച്ഛികമായിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഈ അത്ഭുതം ഞാൻ നേരിട്ട് കണ്ടത്. കേരളത്തിൽ ഒരു ഗ്രാമത്തിലും ഇതുപോലത്തെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. സത്യമാണ്, നിങ്ങൾ എവിടെ വേണം ചോദിച്ചോളൂ. കലാകാരന്മാർക്ക് വേണ്ടി ഇങ്ങനെ ആരും നാട്ടുകാർ ഒന്നിച്ച് കൂടിയിട്ടില്ല. അതാണ് അത് കാരണം. അതേസമയത്ത് സിനിമക്കാരനാണെങ്കിൽ സാഹിത്യകാരനാണെങ്കിലും അങ്ങനെ ബാക്കി എല്ലാവർക്കും ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ആദ്യകാലത്ത് ഏറ്റവും ഉന്നതമായ കലകളിൽ പ്രധാനപ്പെട്ടത് ചിത്രവും ശില്പവും സംഗീതമായിരുന്നു. അത് ക്രമേണ ഇല്ലാതെ ആയി. ചെറിയ കുട്ടികൾക്ക് പോലും ഇത് ചിത്രം വരക്കുന്നുണ്ടെങ്കിൽ പഠിക്കണമെന്നില്ല, ആഗ്രഹമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇത് ചെറുപ്പം മുതലേ ഞാൻ അനുഭവിച്ചാണ്. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശം തന്നെ, ലക്ഷ്യം തന്നെ ഇവിടെ കല വളർത്തണം എന്നാണ്. എങ്ങനെയാണ് കല വളർത്തുക? അതിനൊരു പരിഹാരം എനിക്കിപ്പോൾ മനസ്സിലായത് ഇവിടുത്തെ ഈ സമ്മേളനമാണ്. സത്യമായിട്ട് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത്. 2 ഗുരുക്കന്മാർ, നാരായണൻ മാസ്റ്ററും പാപ്പൻ മാഷും, 2 പേരും എനിക്ക് പരിചയമുണ്ട്. ഇവർ ഇവിടെ കലാകാരന്മാരെ സൃഷ്ടിച്ചെടുത്ത വലിയ വ്യക്തികളാണ്. നാട് മറക്കാൻ പറ്റാത്ത വ്യക്തികളാണ്. ഇപ്പോൾ ഒരു സിനിമ വരികയാണെങ്കിൽ എല്ലാവരും കടം വാങ്ങിയിട്ടെങ്കിലും സിനിമ കാണാൻ പോകും. ഇപ്പം നാട്ടിലെ ടൗണിൽ ഏതെങ്കിലും ഒരു എക്സിബിഷൻ ഉണ്ടെങ്കിൽ അത് കാണാൻ ആരും പോവില്ല. ഇത് രണ്ടും നിങ്ങൾ കണ്ടാൽ മതി. രണ്ടും ദൃശ്യകലകളാണ്. അവിടെ പോയി കണ്ടാൽ ചിത്രമല്ലേ, ഓ അവസാനം പോയി.
സിനിമ അങ്ങനെയല്ല. സിനിമ കണ്ടേ ക്യൂ നിന്നിട്ട് ടിക്കറ്റ് വാങ്ങിയിട്ട് കണ്ടിട്ടേ പോകും. ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കാറ് എന്താ ഇതിൻ്റെ രണ്ട് വ്യത്യാസം. അതേ സമയത്ത് നിങ്ങൾ യൂറോപ്പിലോ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ പോയാൽ അറിയാം, സിനിമാ നടന്മാർ നടിയന്മാർ സാധാരണ ആൾക്കാരാണ്. ജനം കൂടില്ലാരും നമ്മളെ പോലെ. അതേ സമയത്ത് ഒരു ശില്പിയാണ് ചിത്രകല എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ് അവർക്ക്. ഒരു ശില്പിയെ നേരിട്ട് കാണാമെന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അങ്ങനെയുള്ള രാജ്യമായി നമ്മൾ മാറിയിടുക. അതിന് ഞാനും ഒരു ഇവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഇംഗ്ലണ്ടിൽ ഒരു സ്കോളർഷിപ്പ് കിട്ടി പോയതാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇംഗ്ലണ്ടിൽ എന്തെന്നല്ല പഠിക്കുന്നത്. പോയി നോക്കിയപ്പോഴാണ് മനസ്സിൽ സത്യം പറയട്ടെ, എന്താണ് കല, എന്താണ് സമൂഹം, എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി. ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണെങ്കിലും അസാധാരണ വ്യക്തിത്വമുള്ള മനുഷ്യരാണ്. പിന്നെ അവരെ നമ്മുടെ നാട്ടിൽ അധികം മാനിക്കാത്തതിൻ്റെ കാരണം ഞാൻ തന്നെ നിരീക്ഷിച്ച് മനസ്സിലാക്കി. പഴയ കാലത്തൊരു കലാകാരൻ എന്ന് പറഞ്ഞാൽ താടിയും മുടിയും നീട്ടി നല്ലോണം മധ്യ ലഹരിയും നടന്ന് പല കോപ്പറേറ്റീവുകളൊക്കെ കണ്ട് കളിച്ച് നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്ക് ചിത്രം വരക്കണം കലാകാരനാണെന്ന് പറഞ്ഞാൽ പേരൻസ് വരും അതിനുകൊണ്ട് വേറെ എന്തിനോ തന്നെ അതിനെ വിട്ടില്ല വരും. അത് നമ്മളെ വല്ലാതെ വായിച്ചാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴങ്ങനെയല്ല, കാലം മാറി. കലാകാരം വളരെ ജെൻറ്റിലായിട്ടാണ് നടക്കുന്നത്. വല്ല ഭംഗി മനുഷ്യത്വത്തോടു കൂടിയിട്ട് പെരുമാറുന്നത് എല്ലാം ഉണ്ട്. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സർക്കാരുകൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ബോധവുമില്ല. ആദ്യം ഈ മോഡേൺ മൂവ്മെൻറ്റ് വന്നിട്ട് വലിയ പ്രചാരം നേടിയത്. അപ്പോൾ എല്ലാ ലോകത്തിലെ വലിയ വലിയ കലാകാരന്മാരൊക്കെ അവരെ ക്ഷണിച്ച് അമേരിക്കയിൽ കൊണ്ടുപോയി. എന്നിട്ട് എന്താ ചെയ്തത്? നിങ്ങൾക്ക് എന്ത് പണം തരാം, നിങ്ങൾ ചിത്രം വരക്കണം, പിന്നെ ശില്പങ്ങളുണ്ടാക്കണം, പിന്നെ ഓഫീസിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ചിത്രം തൂക്കണം. അങ്ങനെ വലിയൊരു മൂവ്മെൻറ്റ് തന്നെ അമേരിക്കയിലുണ്ടായി. വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു ലോകത്തിൽ. അത് വേറൊരു രാജ്യത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയധികം പ്രിയപ്പെട്ട ആൾക്കാരാണ് ഈ ചിത്രകലയെ കൂട്ടുകിടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നേരെ വിപരീതമാണ്. ഹുസൈനെ പോലത്തെ കുറച്ച് ചിത്രകാരന്മാരുണ്ട് ലോകത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ അറിയപ്പെടുന്നത്. എന്തായാലും ഈ കലാകാരന്മാരെ പറ്റിയിട്ട് പഴയ ബോധം നല്ല സത്യം പറയണ അവരെ പറ്റിയിട്ട് ബിംബം മാറ്റിയെടുക്കാൻ ശ്രമിച്ചതിൽ നടരാജൻ മാഷയും പാപ്പൻ മാഷയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം നിങ്ങളിപ്പോൾ വിചാരിക്കുമ്പോൾ സാധാരണയാണ്, കുറച്ച് കാലം കൂടി കഴിഞ്ഞവർ മിത്തോളിയെ ഒരു മിത്തായിട്ട് മാറും. കാരണം അത് നമ്മൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കണം. ഞാൻ എല്ലാവരോടും പറഞ്ഞു, വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ആദ്യം പഠിപ്പിക്കണ്ട. കുട്ടികളെ നിങ്ങൾ ചിത്രം വരക്കാൻ പഠിപ്പിക്കരുത്. കുട്ടി നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ അത് കുട്ടികളുടെ ഭാഷയാണ് ചിത്രകല. മനുഷ്യൻ്റെ ജന്മഭാഷയാണ് ചിത്രകല. അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരിലുണ്ട്. അപ്പോൾ ആ കലയെ നമ്മൾ ഒന്നിനും കൊള്ളാതെ ചവറ്റുകൂടിയിട്ടിരുന്നത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഐക്യത്തിൽ ഇതിന് വേണ്ടിയിട്ട്, ഇതിൻ്റെ പുരോഗതി വികസനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഞാനും നിങ്ങളുടെ മുമ്പിലുണ്ട്, സംശയം വേണ്ട. ഞാൻ തന്നെ സാഹിബിൻ്റെ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നത് എൻ്റെ കേരളത്തെ ഓർത്തിട്ടാണ്, അല്ല ഇന്ത്യയെ പറ്റി ഓർത്തല്ല. ഇന്ത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷേ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് എൻ്റെ രാജ്യം കേരളമാണ്. കേരളം നന്നായാൽ മതി എന്നൊറ്റ വാശിയിലാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരും ആൾക്കാരെല്ലാം പറഞ്ഞു, ഇനി എന്ത് വിട്ടിയാനാ, ഇംഗ്ലണ്ടിൽ പോയിട്ട് ആരെങ്കിലും തിരിച്ചു വരുമെന്നാണ്. അവനൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാനൊരു ചെറുപ്പം മുതലേ ഗാന്ധിയനാണ്. ഇപ്പോൾ ആ രീതിയിൽ തന്നെ ഞാൻ നാട്ടിന് വേണ്ടി ത്യാഗം ചെയ്ത ആളാണെന്നുള്ളു. അങ്ങനെയാണ് ഇവിടെ ഞാൻ എൻ്റെ വർക്ക് തുടങ്ങിയത്. ചണ്ഡീഗഡ് സ്കൂൾ ഓഫ് ആർട്സിൽ അല്ലെങ്കിൽ കോളേജ് ഓഫ് ആർട്സിൽ എനിക്ക് ഉദ്യോഗം കിട്ടിയിരുന്നു, ലെക്ചർ പോസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ ഡൽഹി കോളേജിലും ഉണ്ടായിരുന്നു.
എന്നെ ഏറ്റവും അറിയുന്ന ഒരു ആള് ധനരാജ് ഭഗത് പ്രൊഫസർ. അദ്ദേഹം എന്നെ നേരിട്ട് എഴുതിയിട്ട് പറഞ്ഞു, കുഞ്ഞിരാമൻ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം, ഒരു പോസ്റ്റ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഞാൻ പറഞ്ഞു അതിന് ഞാൻ വരില്ല പറഞ്ഞു. എനിക്ക് എൻ്റെ നാടാണ് പ്രധാനം. കാരണം ഞാനിപ്പോൾ ഡൽഹിയിൽ പോയിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളെ പറയുന്നത് എന്താ അറിയുക, ഇയാൾ സൗത്ത് ഇന്ത്യയിലാന്ന് പറയും. ഞാനിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇയാൾ മലയാളത്താരെന്ന് അറിയും. ആ കേരളത്തിൽ വന്ന് തിരുവനന്തപുരത്താണ് ഞാൻ കുറേ കാലം പഠിപ്പിച്ചത്. ഇയാൾ മലബാറുകാരാന്ന് പറയും. അങ്ങനെ വന്ന് എൻ്റെ വീട്ടിലേക്ക് വരും. ഇപ്പം ഞാൻ ആരാണ് സ്വയം ചോദിക്കണം. തമാശ, ഞാൻ ആരാണ് നിങ്ങൾ ഓരോരോ ആളും ചോദിക്കണം. ഞാൻ ആരാണെന്ന് അപ്പോഴും ചോദിക്കുമ്പോഴേ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോഴാണ് നിങ്ങളുടെ സ്വന്തം കഴിവിലേക്ക്, സ്വന്തം ടാലൻ്റ് അന്വേഷിച്ച് പോകുന്നത്. എനിക്ക് എഞ്ചിനീയർ ആവണ്ട, ഡോക്ടർ ആവണ്ട, എനിക്ക് പാട്ടുകാരനാണോ, കലാകാരനാണ്, ശില്പിയാണോ, തനിയെന്നെ തോന്നും. കാരണം എന്താ പറയുക, നിങ്ങളെ ഒരു യുവാവ് ഒരു യുവതിയെ പ്രേമിക്കുന്നു. മാക്സിമം പ്രേമിച്ച് അവസാനം ഒറ്റക്കെട്ടായി നല്ല മനസ്സിലാവുന്നു. അപ്പോൾ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നു. അതേപോലെയില്ലേ ഒരു പ്രേമമാണ് കലാകാരൻ്റെ കലയോടുള്ളത് മനസ്സിലാക്കണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ധാരാളം ചരിത്ര പുരുഷന്മാർ നമ്മുടെ കലയിലുണ്ട് ലോകത്തിൽ. വാൻ ഗോഗ് എന്ന് പറഞ്ഞ കലാകാരൻ ജീവിച്ചിരുന്നപ്പോൾ ചെറിയൊരു 10 പൈസക്ക് പോലും അയാൾ പെയിൻറ്റിങ് വിറ്റില്ല. അയാളുടെ ബ്രദറാണ് അയാൾക്ക് ഭക്ഷണത്തിന് കാശ് കൊടുത്തത്. എന്നാൽ ജീവിതം മുഴുവൻ ചിത്രം വരച്ച് ഭ്രാന്തനെ പോലെ ജീവിക്കുകയാണ്. ഇപ്പോൾ എന്താ പറയുക, ലോകത്തിലെ ഏറ്റവും വില പിടിച്ച ചിത്രം എന്ന് പറഞ്ഞാൽ വാൻ ഗോഗാണ്. അവനായിട്ട് ഇയാൾ പറഞ്ഞ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് ചിത്രകാരന്മാർ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെ രക്ഷിതാക്കന്മാരോടും എനിക്കൊന്ന് പറയാനുണ്ട്. പല രക്ഷിതാക്കളും ചിത്രം വരക്കാനോ ശില്പം ചെയ്യാനോ പോയാൽ കുട്ടിക്ക് വരുമാനമില്ലാതെ വെറുതെ വഴിയാധാരമായിട്ട് പോകുന്നതാണ്. അത് തെറ്റായ ധാരണയാണ്. അത് മാറ്റിയെടുക്കേണ്ട കാലം കഴിഞ്ഞു. അഥവാ കുട്ടിക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് മാഷപ്പോലത്തെ ആൾക്കാരെ വിളിച്ച് ഉപദേശിക്കണം, ഈ കുട്ടി എന്താ ചെയ്യേണ്ടത്, അല്ലാതെ വെറുതെ വിട്ടരുത്. അങ്ങനെ ഒരുപാട് നിങ്ങൾ ഒന്നും കൊണ്ട് ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത പല കലാകാരന്മാരോട് നിങ്ങൾ നേരിട്ട് ചോദിക്കണം. അവർ കഥ തുറന്ന് പറയും. വീട്ടിൽ നിന്ന് യാതൊരു സമ്മതമില്ലാതെ നാട് വിട്ട് പോയിട്ട് പലരും ചിത്രം വരച്ചിട്ടത്. അപ്പോൾ ചിത്രം ഇനിയെങ്കിലും കുട്ടികളെ സ്വന്തം വാസനക്കനുസരിച്ച് വേണ്ടത് പേരൻസാണ്. പേരൻസിനും വിദ്യാഭ്യാസം ആവശ്യമാണ്. കുട്ടികളെ കെട്ടിയിടാൻ പാടില്ല. നിങ്ങൾ എന്ത് മധുരപലഹാരം, എന്ത് ഭക്ഷണം, എന്ത് കൊടുത്താലും ശരി, എന്ത് സൂചിപ്പിച്ചാലും ശരി, അവൻ്റെ ടാലൻ്റ് ഇല്ലേ പിന്നെ അവൻ ജീവിച്ചിട്ട് ഇത് കാര്യമില്ല. അവന് സ്വന്തമായ കഴിവുണ്ട്. സയൻറ്റിസ്റ്റ് ആവാം, എഞ്ചിനീയർ ആവാം, ഡോക്ടറാവാം, പലതും ഉണ്ട്. പക്ഷേ അച്ഛൻ പറഞ്ഞ് നീ അതിനൊന്നും വേണ്ട, നീ വക്കീലായാൽ മതി, ഇല്ല മറ്റേതായാൽ മതി. പക്ഷെ അത് വളരെ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമാണ്. സായിപ്പിൻ്റെ നാട്ടിൽ ഒരിക്കലും അങ്ങനെ പേരൻസ് പറയില്ല, അവരുടെ ഇഷ്ടത്തിന് വിടാണ്. അതുകൊണ്ടാണ് സായിപ്പിൻ്റെ നാട്ടിൽ ഇത്രയധികം സംസ്കാരവും സമ്പന്നമായ പലതും ഉണ്ടാകുന്നത്. അല്ലാതെ മറ്റുള്ളത് കഴിവുണ്ടല്ല. അപ്പോൾ പേരൻസ് നന്നായാലും കുട്ടികൾ നന്നാവും, കുട്ടികൾ നന്നായി പറഞ്ഞാൽ നാട് നന്നാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ 2 വ്യക്തികളെ നടുവിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് അങ്ങേയറ്റ അഭിമാനമുണ്ട്. എന്നും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്നത്തത്. പെട്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടേ വന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നാട്ടുകാർ മുഴുവൻ വലിയ 2 ഗുരുക്കന്മാരായി വരും. നിങ്ങളൊരിക്കലും ഇനിയും ഇന്ന് മുതൽ ദയവ് ചെയ്തിട്ട് ചിത്രകല ശില്പകലയെ നിങ്ങൾ മോശമായിട്ട് കാണരുത്. പണ്ട് ഞാൻ ശില്പം ചെയ്യുമ്പോൾ എന്നോട് പലരും വന്നത് ഇഴവൻ ജാതി എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞ മനുഷ്യജാതി, പിന്നെന്താ തമാശയായിട്ട്. അപ്പോൾ അല്ല, നീ ശില്പം ചെയ്യുന്നതല്ലേ, ഞാൻ മരത്തിൽ വർക്ക് ചെയ്തു, ഇവൻ ആശാരിയാണെന്ന്. ഞാൻ ആശാരിയാണ്, മരത്തിൽ പണി ചെയ്തോണ്ട് ഞാൻ ആശാരി, വെങ്കലത്തിൽ ചെയ്യാണ് മോശാരി. പറ, ഇത് ഏത് ലോകത്തിലാണ് നിങ്ങൾ കാണുന്ന? പറ, ഇങ്ങനെയുണ്ടോ? അതോ ഏറ്റവും കീഴ്ജാതിക്കാരായിട്ട് പറയുകയും ചെയ്യും.
അപ്പോൾ ശില്പി എന്ന് പറഞ്ഞ സമൂഹത്തിലെ ഏറ്റവും കീഴ്ജാതിക്കാർ, ഒന്നിനും വിവരമില്ലാത്തവർ. എന്നാൽ ഇവിടുത്തെ ക്ഷേത്രങ്ങളെ മുഴുവൻ, കൊട്ടാരങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ഈ ശില്പികളും ചിത്രകാരന്മാരാണ്. അജന്താ ഗുഹയിലെ ചിത്രങ്ങൾ ആരാ വരച്ച് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? അത്ഭുതങ്ങൾ, ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നാണ്. ചിത്രകാരന്മാരാണ് വരച്ചതെന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ? അങ്ങനെ അത്ഭുതങ്ങൾ ഇനിയും ധാരാളം കണ്ടുപിടിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ നാട്ടുകാരടക്കം ചിത്രശില്പ കലയുടെ വികസനത്തിന് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം ചെലവഴിക്കണം. ഇതുപോലെ എന്തെങ്കിലും പരിപാടിയുടെ വന്നിട്ട് അന്വേഷിക്കുക, അല്ലെങ്കിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കലാകാരന്മാരോട് ചോദിക്കുക എങ്ങനെയാണ്. അതുകൊണ്ട് ഇത് നല്ലൊരു അവസരമാണ്. ഈ അവസരം കളയരുത്. ഒരു ചെറിയ വിത്ത് നട്ടു, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളർന്ന് ഇലകൾ വന്നിട്ടിരിക്കുകയാണ്. ഇതിനെ വലിയൊരു ആൽമരായിട്ട് മാറ്റണം. അതാണ് എൻ്റെ അപേക്ഷ. ഇതായാലും നിങ്ങളെനിക്ക് തന്ന അവസരം എനിക്കൊരു ഭാഗ്യമാണ്. ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് എന്താണ് പറയേണ്ട സന്തോഷത്തോടുകൂടി ഞാൻ നിർവഹിക്കുന്നു. നമസ്കാരം. ഗുരുനാഥന്മാർക്കുള്ള മൊമെന്റോകൾ സ്പോൺസർ ചെയ്തത് പയ്യൻ ആർട്സിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ പി കൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ അകാലത്തിൽ പൊലിഞ്ഞുപോയ മകൻ യദുകൃഷ്ണൻ പിയുടെ ഓർമ്മക്കായി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യമായി ഈ നാടിൻ്റെ സ്നേഹം ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മഹാശില്പിയെ ഞങ്ങൾ നാടിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദരവ് നൽകുന്നതിന് ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി സംഘാടക സമിതിയുടെ ചെയർമാൻ വിജയൻ അടുക്കാടൻ അവர்களോട് അഭ്യർത്ഥിക്കുകയാണ്. പൂർവ്വം ക്ഷണിക്കുകയാണ്. നൽകുന്നതിന് വേണ്ടി സംഘാടക സമിതിയുടെ ചെയർമാൻ അടുക്കാടൻ വിജയ മാഷിയെ ക്ഷണിക്കുന്നു. ഒരു നല്ല കയ്യടിയോടുകൂടി നമുക്ക് അദ്ദേഹത്തെ ആദരിക്കാം, ബഹുമാനിക്കാം. അടുത്തത് ശില്പി കാനായി കുഞ്ഞിരാമനിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ ഉപഹാരം ഏറ്റുവാങ്ങുകയാണ്. ആദ്യമായി ശ്രീ KT നാരായണൻ മാസ്റ്റർ 1960-61 കാലഘട്ടത്തിൽ ഗുരു M ശങ്കരൻ അടിയോടി തുടങ്ങിവെച്ച ആർട്ട് ബ്യൂറോ എന്ന കലാവിദ്യാലയത്തിലെ ആദ്യത്തെ ഏക വിദ്യാർത്ഥിയായ നാരായണൻ മാസ്റ്റർ SLC പരീക്ഷയോടൊപ്പം തന്നെ ചിത്രകലയിൽ ലോവർ പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകുകയും തുടർന്ന് കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിൽ ഡ്രിൽ കം ഡ്രോയിങ് അധ്യാപകനായി സേവനം ആരംഭിച്ചു. തുടർന്ന് സർക്കാർ സർവീസിൽ മലപ്പുറത്തെ കയ്യന UP സ്കൂൾ, കൽപ്പകഞ്ചേരി, പാണ്ടിക്കൽ, പിന്നീട് 1968 മുതൽ കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 95 വരെ ചിത്രകലാധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. സ്റ്റംപിംഗ് സമ്പ്രദായത്തിൽ പോർട്രേറ്റ് ചിത്രങ്ങൾ വരച്ച് പ്രസിദ്ധനായ നാരായണ മാസ്റ്ററുടെ പ്രസിദ്ധമായ ഓയിൽ പെയിന്റിംഗ് സുശ്രുതന്റെ ശസ്ത്രക്രിയാമുറി ഏറെ ശ്രദ്ധേയമായ സൃഷ്ടിയാണ്. സൈൻ ബോർഡ് നിർമ്മാണത്തിലും വിവിധ പ്ലോട്ടുകളുടെ സൃഷ്ടികളിലും തന്റെ കൈമുദ്ര പതിപ്പിച്ച നാരായണ മാസ്റ്റർ മികച്ച അഭിനേതാവും വോളിബോൾ താരവും കൂടിയാണ്. കുഞ്ഞിമംഗലം നാഷണൽ തിയേറ്ററിലൂടെ നാടക അഭിനയം, രംഗപടം തുടങ്ങിയ മേഖലയിൽ കൈവച്ച ഭൂമിയിലെ മാലാക എന്ന നാടകത്തിലൂടെ ശ്രദ്ധേയമായ അഭിനയത്തിന് പുരസ്കാരം ലഭിച്ച കുഞ്ഞിമംഗലം ശേഖർ മെമ്മോറിയുടെ വോളിബോൾ താരം കൂടിയാണ് ശ്രീ KT നാരായണൻ മാസ്റ്റർ. 85 നിറവിൽ നിൽക്കുന്ന കുഞ്ഞിമംഗലത്തിന്റെ ആദരണീയനായ ചിത്രകലാ ഗുരുനാഥനെ സംഘാടക സമിതി ഒരുക്കിയ ഈ സ്നേഹോപകാരം ഏറ്റുവാങ്ങാൻ ഏറെ സ്നേഹത്തോടെ, ആദരവോടെ, ആഹ്ലാദത്തോടെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ശ്രീ പൊങ്ങിലാട്ട് പത്മനാഭൻ മാസ്റ്റർ 1971 KGT ഹയർ പാസ്സായ പത്മനാഭൻ മാസ്റ്റർ 1965-68 വരെ തിരുവനന്തപുരത്ത് പോലീസുകാരനായി സേവനം ആരംഭിച്ചു. 1968 ജോലി ടെർമിനേറ്റ് ചെയ്യുകയും അതേ വർഷം തന്നെ കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിൽ ചിത്രകലാധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും 1999 വിരമിക്കുകയും ചെയ്തു. ഓയിൽ പെയിന്റിംഗ്, സ്റ്റംപിംഗ്, ജലച്ഛായം എന്നിവയാണ് പ്രധാന മീഡിയം. ചിത്രകലാ അധ്യാപകൻ എന്നതിന് പുറമെ കോൽക്കളി
ഗുരുക്കൾ കൂടിയാണ് പത്മനാഭൻ മാസ്റ്റർ. 2008 പുരസ്കാരവും 2020 കോൽക്കളിയിൽ സർക്കാരിന്റെ ഫെലോഷിപ്പും ലഭിച്ചു. കുഞ്ഞിമംഗലം ശേഖർ മെമ്മോറിയൽ സ്പോർട്സ് ക്ലബിന്റെ മികച്ച വോളിബോൾ കളിക്കാരൻ കൂടിയായിരുന്നു ശ്രീ പത്മനാഭൻ മാസ്റ്റർ. പുതുതലമുറക്ക് ചിത്രകലയുടെയും ജീവിതകലയുടെയും അനുഭവ പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് എന്നും അവരെ ചേർത്ത് നിർത്തി നമ്മുടെ ഇടയിലൂടെ നടന്നു പോകുന്ന ഈ 81കാരനെ പ്രിയപ്പെട്ട ചിത്രകലാഗുരുനാഥനായ പത്മനാഭൻ മാസ്റ്ററെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങാൻ സാദരം ക്ഷണിക്കുന്നു. മറുമൊഴി സർവശ്രീ KT നാരായണ മാസ്റ്ററെ ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, വ്യക്തികളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഈ ചിത്രകലയെ ഒരു ചെറിയൊരു പ്രൈമറി അധ്യാപകനായി ചെറിയ കുട്ടികളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരണമെന്നുള്ളൊരു ആഗ്രഹം. ഞാൻ ഗോപാൽ പി സ്കൂൾ പ്രൈമറി സ്കൂളിലാണ്. പക്ഷേ ഞാൻ പയ്യന്നൂരിൽ പോയി പഠിച്ച് അനുഭവം വെച്ച് നോക്കുമ്പോൾ വീട്ടിൽ കാശില്ല, ഒരു കർഷക തൊഴിലാളിയുടെ മകനാണ്. ഇവിടെ നിന്ന് ഭക്ഷണം അലുമിനിയം പാത്രത്തിൽ കൊണ്ടുപോയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനുള്ള പൈസയില്ല, ഫീസ് കൊടുക്കാനുള്ള പൈസയില്ല. എൻ്റെ ജ്യേഷ്ഠന്മാർ 2-3 നാളെ കുറേശ്ശെ 5 റുപ്യൊക്കെ തന്നിട്ട് അത് കൊടുക്കുക. പക്ഷെ അത് എൻ്റെ മനസ്സിനുള്ളിൽ തട്ടിയത് കൊണ്ട് ഞാൻ ഗോപാൽ UP സ്കൂളിൽ ചിത്രകല അധ്യാപകനായപ്പോൾ പ്രൈമറി തലത്തിലുള്ള കുട്ടികളെ എനിക്ക് ഒരു 10 കുട്ടികളെ കിട്ടി. കാരണം അവർ നന്നായി വരയ്ക്കുന്ന കുട്ടികളാണ്. കാരണം അത് വെങ്കല പൈതൃക ഗ്രാമത്തിൽ മൂശാരിക്കോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കുട്ടികളാണ്. പക്ഷെ അവരുടെ അവസ്ഥ എൻ്റെ മാതിരി തന്നെയാണ്. വീട്ടിൽ ഒന്നും വഴിയില്ല. അപ്പോൾ രക്ഷിതാക്കളെ കണ്ടപ്പോൾ പറഞ്ഞു, മാഷെ ഫീസൊന്നും തരാനില്ല, ഞങ്ങൾ എന്ത് ചെയ്യാൻ? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കതൊന്നും ഇപ്പം തൽക്കാലം ആവശ്യപ്പെടുന്നില്ല. അവരുടെ വര കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ ഉത്സാഹം തോന്നി. അങ്ങനെ അസനാറുടെ പീടിയുടെ മേലെ ഞങ്ങളുടെ ക്ലാസ് തുടങ്ങാൻ എൻ്റെ കസിൻ ബ്രദർ അമ്മച്ചനാണ് KT നാരായണ മാഷ് അവരോട് നിർദ്ദേശിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിത് ആവില്ലടോ എന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗവൺമെൻറ് സ്കൂൾ മാഷാണ്, അവർക്ക് പ്രൈവറ്റ് ട്യൂഷൻ പാടില്ല. ഞാൻ മാനേജ്മെൻറ്റ് സ്കൂളിലെ അധ്യാപകനായതുകൊണ്ട് എനിക്ക് പറ്റും. അങ്ങനെ ആണ് എൻ്റെ പേരിൽ ഞാൻ ആ പീഡിയ രജിസ്ട്രേഷൻ പഠിച്ച് പിന്നെ മൂശാരിക്കൊല്ല് ഒരു 5-8 കുട്ടികളെയും തെക്കുംപാടുള്ള കുട്ടികൾ, അങ്ങനെയാണ് ഞങ്ങൾ ആ രക്ഷിതാവോട് പറഞ്ഞു, ഫീസ് തന്നില്ലേയും വേണ്ടില്ല, കുട്ടികൾ വന്ന് പഠിക്കട്ടെ. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥാപനം ആദ്യമായി 69 തുടങ്ങിയത്. പക്ഷേ ഞങ്ങളിപ്പോൾ അധ്യാപകനായിട്ടല്ല കുട്ടികളെ കണ്ടത്, രക്ഷിതാവായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഗുണമാണ് ഇന്ന് ഞങ്ങളെ നമ്മുടെ കുട്ടികൾ ആദരിക്കുന്നത്.